സേനയുടെ സ്ത്രീ ശാക്തീകരണത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധം. മുഖ്യമന്ത്രി. പോലീസിലേക്ക് കൂടുതൽ വനിതകളെ റിക്രൂട്ട് ചെയ്യാനും സേനയിൽ അവർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകാനുമുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 144 വനിതാ പോലീസ് കോൺസ്റ്റബിൾമാരെ അഭിസംബോധന ചെയ്തു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ തടയുകയെന്നത് സർക്കാരിന് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. ഈ ഉദ്ദേശത്തോടെയാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലം മുതൽ കൂടുതൽ വനിതകളെ സേനയിലേക്ക് റിക്രൂട്ട് ചെയ്തതും 2017 വനിതാ സായുധ ബറ്റാലിയന് രൂപം നൽകിയതും. അതിന്റെ ഭാഗമായുള്ള റിക്രൂട്ട്മെന്റിൽ പെട്ടതാണ് ഇപ്പോൾ പരിശീലനം പൂർത്തിയാക്കിയ ബാച്ച്. ആധുനിക കാലത്ത് സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും ഇടപെടുന്നവരാണ് പോലീസുകാരെന്നും സേനാംഗങ്ങളെ ഇതിന് പ്രാപ്തരാക്കുന്നതിൽ 9 മാസത്തെ പരിശീലനത്തിന് വലിയ പ്രാധാന്യമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ശാസ്ത്ര മേഖലയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണെന്നും അതിനനുസൃതമായ അറിവ് സമ്പാദിക്കാൻ പുതിയ സേനാംഗങ്ങൾ ശ്രമിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം വെള്ളയാണി സ്വദേശിനി പി.കെ. ഗീതു ആയിരുന്നു പരേഡ് കമാൻഡർ. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശിനി UV അനൂജ പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡറായി. പരിശീലന കാലയളവിൽ മികവ് തെളിയിച്ച വിവിധ ബറ്റാലിയനുകളിൽ നിന്നുള്ള റിക്രൂട്ട് സേനാംഗങ്ങൾക്ക് മുഖ്യമന്ത്രി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മികച്ച ഇൻഡോർ കേഡറ്റായി MR സുധിയും മികച്ച ഷൂട്ടറായി J ദൃശ്യയും തെരഞ്ഞെടുക്കപ്പെട്ടു. പരേഡ് കമാൻഡറായ പി.കെ. ഗീതു മികച്ച ഔട്ട്ഡോർ കേഡറ്റ്, ഓൾറൗണ്ടർ എന്നീ പുരസ്കാരങ്ങൾ നേടി. മേനംകുളം ആസ്ഥാനമായുള്ള വനിതാ പോലീസ് ബറ്റാലിയനിലേക്ക് ഇന്ന് പരിശീലനം പൂർത്തിയാക്കി ഭാഗമാകുന്ന സേനാംഗങ്ങളിൽ ബിരുദാനന്തര ബിരുദധാരിയായ 40 പേരും ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദാനന്തര ബിരുദമുള്ള 2 പേരും ബിരുദധാരികളായ 78 പേരും ബിടെക് ബിരുദധാരികളായ 13 പേരും ബിഎഡ് ബിരുദധാരിയായ 7 പേരും പ്ലസ് 2 യോഗ്യതയുള്ള 3 പേരും ഡിപ്ലോമ യോഗ്യതയുള്ള ഒരാളുമാണ് ഉള്ളത്. സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ആൻഡ് പോലീസ് ബറ്റാലിയൻ ADGP MR അജിത് കുമാർ, കേരള സായുധ വനിതാ പോലീസ് ബറ്റാലിയൻ കമാൻഡ് ഇൻചാർജ് ഷഹൻ ഷാ, കേരള പോലീസ് അക്കാദമി ഡയറക്ടർ K. സേതുരാമൻ, മറ്റു മുതിർന്ന പോലീസ് ഓഫീസർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പോലീസ് സേനയുടെ ഭാഗമാകുന്ന സേനയിലേക്ക് സ്വാഗതം ചെയ്യുകയും ഹാർദമായി അഭിനന്ദിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കേരളത്തിൽ വിവിധ മേഖലകൾ സ്ത്രീകൾക്ക് തുല്യാവസരം ഉറപ്പുവരുത്തുക, അതോടൊപ്പം അവരുടെ സാമൂഹിക പദവി ഉയർത്തുക, ഇതിന് സ്ത്രീ ശാക്തീകരണം പ്രധാനമാണ്. കേരളം അതിനായുള്ള ഒട്ടേറെ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. കേരള പോലീസിലേക്ക് സ്ത്രീകളെ കൂടുതലായി റിക്രൂട്ട് ചെയ്യാനും